ഇൻഷാ അല്ലാഹ് നബിദിനം റബീഉൽ അവ്വൽ 12 ചൊവ്വാഴ്ചയായിരിക്കും. പള്ളികളിലൊക്കെ മൗലിദ് നടക്കുന്നുണ്ടാവും. സുബഹിക്ക് മുമ്പ് പ്രഭാത മൗലിദ് നടക്കുന്നുണ്ടാകും. അതിലൊക്കെ എല്ലാ ആളുകളും പങ്കെടുക്കണം. വീടുകളിൽ ഭാര്യ മക്കളെയൊക്കെ ഇരുത്തിയിട്ട് മൗലിദ് പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാകുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. മൗലിദ് ഇൻഷാ അല്ലാഹ് ഇവിടെയും 4:30 മണിക്ക് നമ്മളെ പള്ളിയിൽ മുത്തഅല്ലിമീങ്ങളൊക്കെ ഇരുത്തിയിട്ട് വളരെ വിപുലമായി മൗലിദ് നടക്കുന്നുണ്ട്. അതിലേക്ക് എല്ലാ ആളുകളെയും ക്ഷണിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് മൗലിദ് ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും മദ്ഹ് ചൊല്ലുന്നതും ഒക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ല അതിൻ്റെ ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്താണ് എന്നാണ് ഖുതുബയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലയുടെ 40 ഹദീസുകൾക്ക് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയ ശർഹാണ് ഫത്ഹുൽ മുബീൻ. അതിൽ മഹാനവറുകൾ കറക്റ്റ് പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥ സ്നേഹം. അൽ മഹബ്ബത്തു സ്വഹീഹ തഖ്തളി അൽ മുതാബഅത വൽ മുവാഫഖത ഫി മഹബ്ബതി മാ യുഹിബ്ബു വ കറാഹതി മാ യക്റഹ്. അതാണ് ശരിയായ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം വെക്കുന്ന എല്ലാത്തിനെയും ഇഷ്ടം വെക്കുക, നബിതങ്ങൾക്ക് വെറുപ്പുള്ളതിനോടൊക്കെ വെറുപ്പുണ്ടാവുക. ഇങ്ങനെ ഇഷ്ടത്തിലും വെറുപ്പിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 100% യോജിക്കുക. എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കുക, പിൻപറ്റുക, അനുധാവനം ചെയ്യുക. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ. ഹുബ്ബിന്റെ താരീഫ് തന്നെ മിർകാത്തിൽ മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ പറഞ്ഞ എങ്ങനെയാ? ഈസാറു ജമീഇ അഗ്റാദിൽ മഹ്ബൂബി അലാ അഗ്റാദി ഗൈരിഹി. നമ്മുടെ സ്വന്തം താല്പര്യത്തെക്കാളും മറ്റുള്ള എല്ലാ താല്പര്യങ്ങളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരുടെ താല്പര്യങ്ങൾക്ക് പരിഗണനയും മുൻഗണനയും നൽകുക. അതാണ് യഥാർത്ഥ സ്നേഹം. നിങ്ങൾക്ക് നബിതങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ, നിങ്ങളുടെ കൂട്ടുകാരുടെ താല്പര്യങ്ങളെക്കാൾ, നിങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ അവരുടെയൊക്കെ താല്പര്യങ്ങളെക്കാളും ആഗ്രഹങ്ങളെക്കാളും നിങ്ങൾ നബിതങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കണം. അതിനാണ് യഥാർത്ഥ മഹബ്ബത്ത് എന്ന് പറയാ. ഞമ്മക്ക് എന്തെല്ലാം താല്പര്യങ്ങൾ ഉണ്ടാവും അല്ലേ? കച്ചവടം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കലാണ് മുതലാളിമാരുടെയൊക്കെ താല്പര്യം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യം നിങ്ങൾ വെറും കച്ചവടം ചെയ്തിട്ട് മുതലാളിമാരാവലല്ല, ഹക്കും ബാത്തിലും നോക്കിയിട്ട് കച്ചവടം ചെയ്തിട്ട് മുതലാളിമാരാവണം എന്നതാണ് നബി തങ്ങളുടെ താല്പര്യം. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നിങ്ങൾക്ക് വേണോ? കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് ആ കച്ചവടത്തിന് നബി തങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അംഗീകാരമുണ്ടോ എന്ന് തിരയേണ്ടത് ഓരോ കച്ചവടം തുടങ്ങുന്ന മുതലാളിയുടെയും ബാധ്യതയാണ്. അതാണ് മഹബ്ബത്ത്. കല്യാണം അന്വേഷിക്കുന്നവൻ, വിവാഹം സംഘടിപ്പിക്കുന്നവൻ, അവനിക്ക് ഉമ്മാനെ തൃപ്തിപ്പെടുത്തണം, പെങ്ങന്മാരെ തൃപ്തിപ്പെടുത്തണം, ചങ്ങായിമാരെ തൃപ്തിപ്പെടുത്തണം. അതിൻ്റെ ഇടയിൽ കൂടി ഹറാമുകൾ സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ ഒഴിവില്ല. നബിതങ്ങളോടുള്ള മഹബ്ബത്ത് നിനക്കുണ്ടോ? ആ കല്യാണം പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് ഹറാമുകൾ സംഭവിക്കാത്ത നിലക്കായിരിക്കണം. അതിനാണ് മഹബ്ബത്ത് എന്ന് പറയാ. അങ്ങനെ ഓരോ മേഖലയിലും, നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച്, മറ്റുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് നമുക്ക് മുൻഗണന കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ മഹബ്ബത്ത്. ഒറിജിനൽ മഹബ്ബത്ത് എന്ന് പറയുന്നത് അതിനാണ്. അപ്പോഴാണ് രണ്ടാളും തമ്മിൽ ഹബീബും മഹബൂബുമായി മാറുക. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു താലാക്ക് പെരുത്ത് ഇഷ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നടപടികളൊക്കെ ചിലപ്പോൾ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലേക്ക് എത്തിയപ്പോൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചത്. അപ്പോഴും നബിതങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹമുണ്ട്. എന്താ? ഉപ്പാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമി തിരിഞ്ഞിരുന്ന കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്നൊരാഗ്രഹം. ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടേ ഉള്ളൂ, നബി തങ്ങൾ അത് പറഞ്ഞിട്ടില്ല. ഉടനെ അല്ലാഹു തആല ആ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് ആയത്തിറക്കി. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നബിയേ, തങ്ങൾക്ക് കഅബാലയത്തിലേക്ക് തിരിയണം എന്നുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, തങ്ങളെ ഞാൻ കഅബാലയത്തിലേക്ക് തിരിക്കുക തന്നെ ചെയ്യും.
നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, ആഗ്രഹം പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. മനസ്സിൽ ആഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനെ പറ്റിയാണ് മഹബത്ത് എന്ന് പറയാ. ഭാര്യമാർക്ക് കസ്മ് നിർബന്ധമാണല്ലോ. കസ്മ് എന്ന് പറഞ്ഞാൽ എന്ത്? രാത്രി വിഹിതം വെച്ച് കൊടുക്കുക. കുറേ ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരേ ഭാര്യൻ്റെ അടുത്തേക്ക് പോകുന്നത് അനീതിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, വലിയ തെറ്റാണത്. ഒന്നിലേറെ ഭാര്യമാരുള്ളവൻ നിർബന്ധമായിട്ടും രാത്രി വിഹിതം വെച്ച് ഓരോ ഭാര്യമാരുടെ അടുത്തേക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ 9 ഭാര്യമാരുടെ അടുത്തേക്ക്, എത്രയാണോ ഭാര്യമാരുണ്ടായിരുന്നത് അങ്ങനെ ഭാര്യമാരുടെ അടുത്തേക്കൊക്കെ രാത്രി വിഹിതം വെച്ച് പോയിരുന്നു. പിന്നെ 9 ഭാര്യമാരൊക്കെ ആവുമ്പോൾ അത് കുറച്ച് പ്രയാസമല്ലേ? കൃത്യം കണക്കാക്കിയിട്ട് ഓരോ രാത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് പറയുമ്പോൾ അപ്പം നബി തങ്ങളെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ രാത്രി വിഹിതം വെച്ചു കൊടുക്കുക എന്ന കസ്മിന്റെ വിഷയത്തിൽ നബിതങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നബിതങ്ങൾ അത് പ്രകടിപ്പിച്ചിട്ടില്ല, ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആഗ്രഹം മനസ്സിലാക്കിയിട്ട് അല്ലാഹു തആല ആയത്തിറക്കി, തുർജി മൻ തശാഉ മിൻഹുന്ന വതുഉവി ഇലൈക മൻ തശാഉ. നബിയെ, രാത്രി വിഹിതം വെച്ചു കൊടുക്കുക എന്ന കർശനമായ ഖസ്മ് എന്ന തീരുമാനം തങ്ങൾക്ക് ഞാൻ ഇളവ് തന്നിട്ടുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് പോവാം എന്ന് മനസ്സറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇളവ് ചെയ്തു കൊടുത്തു. അപ്പോൾ ആയിഷമ്മ പറയുന്നുണ്ട്, മാ അറാ റബ്ബക ഇല്ലാ യുസാരിഉ ഫീ ഹവാക്ക്. നബിയെ, തങ്ങൾക്കൊരാഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആഗ്രഹം വളരെ പെട്ടെന്ന് അങ്ങയുടെ റബ്ബ് നടപ്പിലാക്കി തരുന്നുണ്ടല്ലോ എന്ന് ആയിഷമ്മ വരെ പറയുന്നുണ്ട്. അത് പറയേണ്ടിയത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ്ക്ക് നബി തങ്ങളോട് വലിയ മഹബത്തായിരുന്നു. ആ മഹബത്തിന്റെ ഭാഗമായി നബി തങ്ങളുടെ താല്പര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. നമുക്കും അതുപോലെ ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കാൻ പറ്റണം. അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പിന്തുടരണം. പഠിക്കുന്നതിനേക്കാളും പ്രധാനം ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. അതാണ് നിങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കേട്ടത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഞാൻ കേട്ടു. എന്താ ഹദീസ്? രാപ്പകലുകളിലായി 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവൻ ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയും. സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി പറഞ്ഞതാണത്. ആ ഹദീസ് നബിതങ്ങൾ പറഞ്ഞത് കേട്ടത് മുതൽ ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന, നബിതങ്ങൾ ആ വിഷയം പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം, പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്ത് നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടേയില്ല. ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹു അത് അവിടുത്തെ ശിഷ്യൻ, അടുത്ത തലമുറയിൽപ്പെട്ട അംബസ് റളിയല്ലാഹു അൻഹു എനിക്ക് കൈമാറി. അവർ പറയാ, ഉമ്മു ഹബീബ ബീവി എന്നോടത് പറഞ്ഞതിന് ശേഷം ഞാനും അത് ജീവിതത്തിൽ അതിനുശേഷം ഒഴിവാക്കിയിട്ടില്ല. അംബസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യനായ മഹാനായ അംർ ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹവും പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. എൻ്റെ ഉസ്താദായ അംബസയിൽ നിന്ന് ആ ഹദീസ് കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ 12 റക്അത്ത് നിസ്കാരം വിട്ടിട്ടില്ല. അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നുഅ്മാൻ ഇബ്നു സാലിമിന് പറഞ്ഞു കൊടുത്തു. നുഅ്മാൻ ഇബ്നു സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞതും സ്വഹീഹ് മുസ്ലിമിലുണ്ട്. എൻ്റെ ഉസ്താദിൽ നിന്ന് ഞാനത് കേട്ടതിന് ശേഷം ആ 12 റക്അത്ത് ഞാൻ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. ഇങ്ങനെ കേട്ടവരൊക്കെ പറയാ, ഞങ്ങളത് ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. അതിനാണ് മഹബത്ത് എന്ന് പറയാ. അവർക്ക് അത്രയും നബിതങ്ങളോട് മഹബത്തുള്ളത് കൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ ഇത് നഷ്ടപ്പെടുത്താൻ കഴിയൂല. അപ്പം അതുപോലെയാവണം നമ്മൾ ജീവിതത്തിൽ കൈവിൻ്റെ പരമാവധി സുന്നത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. നബിതങ്ങൾ ഇഷ്ടം വെക്കുന്നതിനോടൊക്കെ നമുക്കും ഇഷ്ടം ഉണ്ടാവുക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബിതങ്ങളോടൊപ്പം ഒരു ദിവസം ഭക്ഷണം കഴിക്കാനിരുന്നതാണ്. അപ്പൊ നോക്കുമ്പോൾ ഭക്ഷണത്തിൽ ഇറച്ചിയും ചെരങ്ങയും കൂടി കൂട്ടിയിട്ടുണ്ടാക്കിയ ഒരു കറിയുണ്ട്. നബിതങ്ങൾ അതിൽ നിന്ന് ചെരങ്ങ ഇങ്ങനെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നബിതങ്ങൾക്ക് ചൊരങ്ങയോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഫലം എന്താണ്? നബി മഹാനവർകൾ പറയുന്നുണ്ട്, ഫലം അസൽ ഉഹിബ്ബുദ്ദുബ്ബാ, നബിതങ്ങൾ അങ്ങനെ ചൊരങ്ങ തെരഞ്ഞെടുത്തിട്ട് അത് പ്രത്യേകം ഭക്ഷിക്കുന്നത് കണ്ടതിന് ശേഷം ചരങ്ങയോട് എനിക്കൊരു പ്രത്യേക മഹബത്താണ്. എന്തേ? നബിതങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം. അതാണ് സ്വഹാബത്തിന്റെ മഹബത്ത് എന്ന് പറയുന്നത്. നബിതങ്ങൾ എന്ത് ഇഷ്ടപ്പെട്ടാലും അവരത് ഇഷ്ടപ്പെടും. എന്തിനോട് നബിതങ്ങൾക്ക് വെറുപ്പുണ്ടോ അതിനോടൊക്കെ തങ്ങൾക്ക് വെറുപ്പായിരിക്കും. അങ്ങനെയാവണം നമ്മുടെ ജീവിതം. എല്ലാ വിഷയത്തിലും തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ മുഹബ്ബീങ്ങളാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മഹബത്ത് വെക്കാനും ആ മഹബത്ത് ഈ പറയപ്പെട്ട രീതിയിൽ മൗലീദ് പാരായണത്തിലൂടെ, സ്വലാത്തുകളിലൂടെ, മദ്ഹുകളിലൂടെ പ്രകടിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.